Hello, good morning. Next topic is problems of MSMEs or limitations of MSMEs, micro, small and medium enterprises in the limitations are. Okay, then first problem, lack of managerial experience. Generally, the MSME is owned by one person or group of persons. They may not having specialized knowledge in the field of മാനേജ്മെൻറ്റ്. സാധാരണഗതിയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികളോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളമോ അതല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളതുപോലെ ആവില്ല. രണ്ടോ മൂന്നോ ആളുകളൊക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ് ഈ ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഫിനാൻഷ്യലി വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകളാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സെക്ടറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ഒക്കെ അവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ആ മേഖലയിൽ ഉണ്ടാവണമെന്നില്ല. വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകുമ്പം ഫിനാൻഷ്യൽ സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ മാനേജറെ നിയമിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റിംഗ് മാനേജറെ നിയമിക്കാം. അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒന്നും നിയമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ഥാപനത്തിൽ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഉണ്ടായിരിക്കില്ല. അതാണ് ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു വ്യക്തി തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ തന്നെ ആയിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയും ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ രണ്ടോ മൂന്നോ വ്യക്തികൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കാം, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ സ്കില്ല് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ്, ഇന്നാഡിക്വേറ്റ് ഫിനാൻസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ആവശ്യമായിട്ടുള്ള ഫിനാൻസ്, പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസിൻ്റെ അപര്യാപ്തത എന്നുള്ളത്. ഫിനാൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഫേസ്ഡ് ബൈ MSMEs. ഓക്കെ, ഫിനാൻസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് MSMEs നേരിടുന്നത്. നോർമലി MSMEs ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അറേഞ്ച് ഫുൾ ഫിനാൻസ് ഫ്രം ദെയർ ഓൺ സോഴ്സസ്. സാധാരണഗതിയിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളമോ അതല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളമോ ഒക്കെ അതിന് ഫിനാൻസ് സ്വരൂപിക്കാനുള്ള മാർഗം വളരെ ഈസിയാണ്. കമ്പാരിറ്റീവ്ലി ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, ഈ രീതിയിലൊക്കെ ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കാം. ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിലെ പാർട്ണർമാർക്ക് ആവശ്യമായിട്ടുള്ള പണം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്നാൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിനാൻഷ്യലി, നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യലി വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഫിനാൻസിന് ഒരു പരിധി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമിനെ പോലെയോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ പോലെയോ പബ്ലിക്കിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, പണം ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാർഗവും ഇല്ല. ഓക്കെ, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൽ നിന്ന് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പണം സ്വരൂപിക്കാം. ആ രീതിയിലുള്ള മാർഗവും എന്തില്ല, നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള പണം അവർ തന്നെ കൊണ്ടുവരണം. ഓക്കെ, അവരുടേതായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ അവർ കണ്ടെത്തണം. അപ്പോൾ അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫിനാൻഷ്യലി വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകളുമാണ്. അതുപോലെ തന്നെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പണത്തിന് ഒരു പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇന്നാഡിക്വേറ്റ് ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ്, ലാക്ക് ഓഫ് പ്രോപ്പർ മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ആവശ്യമായിട്ടുള്ള പ്രോപ്പർ മിഷനറിയോ എക്യുപ്മെൻറ്റ്സോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഡ്യൂ ടു ദ ഫിനാൻഷ്യൽ പ്രോബ്ലം മെനി MSMEs യൂസ് ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ് മിഷനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് അവർക്ക് എന്തുണ്ടാവില്ല, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല മിഷനറികളും മറ്റു എക്യുപ്മെൻറ്റ്സും വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മിഷനറി എക്യുപ്മെൻറ്റ് ആയിരിക്കും മിക്കവാറും
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സങ്കീർണ ഗതിയിലുള്ള അതല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും മെഷീനറിയും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ വലിയ തോതിലുള്ള ക്യാഷ് വേണം. അതുപോലെ തന്നെ അവർക്ക് വിദേശ രാജ്യത്തു നിന്നൊക്കെ ചിലപ്പോൾ മെഷീനറി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അതിനൊന്നുള്ള കപ്പാസിറ്റി ആർക്കും ഉണ്ടാവില്ല, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനറികളൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് പ്രോബ്ലമാണ്. ഓക്കെ, another one of the main problem faced by MSMEs in the field of marketing. It does not have proper network system of distribution. മറ്റുള്ള വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കമ്പയർ ചെയ്യുമ്പം അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വലുതായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. പക്ഷേ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ തന്നെ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കും. അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹൈ ലെവലിലുള്ള കോമ്പറ്റീഷൻ അവർ നേരിടും. ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളും ചിലപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉൽപ്പാദിപ്പിക്കുന്ന അതേ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ പ്രോഡക്റ്റിന് വലിയ തോതിലുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അവയർനെസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചൂസ് ചെയ്യുന്നത് മിക്കവാറും എന്തായിരിക്കും, ഈ റെപ്യൂട്ടഡ് കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നേരിടുന്നുണ്ട്. അപ്പോൾ അവരെ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വലിയ തോതിലുള്ള കമ്പനികളുടെ കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട് അവർ എന്നുള്ളതാണ് പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, പേഴ്സണൽ പ്രോബ്ലം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ടു റൺ ദ ബിസിനസ്. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ വലിയ സാലറി കൊടുത്തുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് നിയമിക്കാനുള്ള പ്രോബ്ലം ചെറുകിട വ്യവസായങ്ങൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ, സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കിട്ടില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസൊക്കെ എവിടെ തന്നെ ഉണ്ടാവും, വൻകിട വ്യവസായങ്ങളുണ്ടായിരിക്കും. അവർ വലിയ തോതിലുള്ള സാലറി കൊടുക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാനായിരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന്, അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ തയ്യാറാവുക. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കിട്ടാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പേഴ്സണൽ പ്രോബ്ലംസ്. ദെൻ ലാസ്റ്റ്, ഇറഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ഇറഗുലർ ആയിരിക്കും. ഓക്കെ, ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് റെഗുലാരിറ്റി ഓഫ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ആർ സം ഓഫ് അതർ പ്രോബ്ലംസ് ഓഫ് MSMEs. ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് റെഗുലാരിറ്റി. ഓക്കെ, കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയുള്ള റോ മെറ്റീരിയൽ ലഭ്യമല്ലാതിരിക്കുക, ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ ലഭ്യമല്ലാതിരിക്കുക, അതുപോലെ തന്നെ റെഗുലറായിട്ട് അത് ലഭ്യമല്ലാതിരിക്കുക. അതാണ് റെഗുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് റോ മെറ്റീരിയലിൻ്റെ ലഭ്യമല്ല എങ്കിൽ എന്തുണ്ടായിരിക്കും, സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് റോ മെറ്റീരിയൽ ലഭ്യമാവണം. ഒരു ദിവസം പ്രൊഡക്ഷൻ നടത്താനുള്ള റോ മെറ്റീരിയൽ ലഭ്യമല്ല എങ്കിൽ സ്ഥാപനം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് റോ മെറ്റീരിയൽ ലഭ്യമാവണം, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്വാണ്ടിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ക്വാണ്ടിറ്റിയുള്ള റോ മെറ്റീരിയൽ റെഗുലറായിട്ട് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം. കാരണം റോ മെറ്റീരിയൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല എങ്കിൽ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും, അതല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSMEs നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള മാനേജീരിയൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. ഇന്നാഡിക്വേറ്റ് ഫിനാൻസ്, ആവശ്യമായിട്ടുള്ള ഫിനാൻസിൻ്റെ ലഭ്യത കുറവായിരിക്കും.
ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഷീനറി എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ല, കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. ദെൻ പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ്, പ്രോപ്പറായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. ദെൻ പേഴ്സണൽ പ്രോബ്ലം, ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സൺസിൻ്റെ അപര്യാപ്തത ഉണ്ടായിരിക്കും. പിന്നെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു 6-7 പ്രോബ്ലംസ് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് പറയേണ്ടത് എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.